ഡൽഹിയിൽ അറസ്റ്റിലായ സ്വാമി ചൈതന്യാനന്ദ ലൈംഗിക ഉദ്ദേശത്തോടെ പെൺകുട്ടികൾക്ക് അയച്ച കൂടുതൽ സന്ദേശങ്ങളും മെസ്സേജുകളും പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾക്ക് ഇയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചില പെൺകുട്ടികളെ വിദേശത്ത് കടത്താൻ ഇയാൾ ശ്രമിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. അജീഷ് ശിവകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിരുന്നു. അജീഷ്, ചില്ലറക്കാരനല്ല, വലിയ പ്രശ്നക്കാരനാണ് ചൈതന്യാനന്ദ. അത് തെളിയിക്കുന്ന ചാറ്റുകളടക്കം പുറത്തു വരുന്നു. കേസ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ പ്രതി? സുഹൈൽ, എന്തായാലും ഈ പെൺകുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതികൾ അതെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകൾ. ഈ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ഈ ഫോണുകളിൽ നിന്നാണ് ഈ ചാറ്റുകൾ പോലീസ് വീണ്ടെടുത്തത്. അതിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഈ പ്രധാനമായും ഈ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ഡയറക്ടറായിരുന്നു ഇയാൾ അക്കാലത്ത്. അവിടെ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികൾക്കാണ് ഇയാൾ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിരുന്നത്. ഇയാൾ നേരത്തെ തന്നെ ഈ ഹോസ്റ്റലിലും ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ ശുചിമുറികളിലും CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിന്റെ ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈൽ ഫോണിലുണ്ടെന്നും പെൺകുട്ടികൾ ആരോപിച്ചിരുന്നു. അതിന്റെ ആ ദൃശ്യങ്ങളൊക്കെ പോലീസ് വീണ്ടെടുത്തിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ചാറ്റുകൾ, അത് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും മറ്റും ഈ ലൈംഗികമായി വഴങ്ങാൻ നിർബന്ധിക്കുന്ന ചാറ്റുകളാണ്. ചില പെൺകുട്ടികളെ ഇയാൾ വിദേശത്തേക്ക് കടത്താനും ശ്രമിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പെൺകുട്ടിയോടാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വിദേശത്തേക്ക് പോയ ഒരു പെൺകുട്ടിയോടാണ് ഇയാൾ ചോദിക്കുന്നത്. അവിടെ ദുബായിൽ ഒരു ഷേഖിന് ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ട്, ആരെങ്കിലും പരിചയമുണ്ടോ, അത്തരത്തിൽ ചോദ്യം ചോദിക്കുന്നു. പരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ചാറ്റുകളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ഫോണിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇയാൾക്കെതിരെ സാമ്പത്തിക കുറ്റകൃത്യത്തിനും പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വല്ലാത്ത അസുഖവും കുറച്ചധികം പ്രശ്നക്കാരനുമാണ് ചൈതന്യാനന്ദ. ഇത് തെളിയിക്കുന്ന ചാറ്റുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ തട്ടിപ്പ് കേസിലും അന്വേഷണം തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.